ഹായ് എവരിവൺ, ഡോക്ടർ ഷിഹാബ് ബാലകലാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൂടുതലായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ മിക്ക ആളുകളും ഇത് പൂർണ്ണമായി അവഗണിക്കുകയാണ്. ഈ വീഡിയോയിൽ ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാര വേഗത്തിൽ കുറയ്ക്കുവാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 5 ലളിതമായ വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ശരീരത്തിലെ മസിലുകൾ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നാണ്. കാരണം മസിലുകൾ പ്രവർത്തിക്കുമ്പോൾ ഇൻസുലിൻ ആവശ്യമില്ലാതെ തന്നെ ഗ്ലൂക്കോസ് അവയിൽ പ്രവേശിക്കും. അതിനാൽ പേശികൾ ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പേശികൾ ഉപയോഗിക്കാനും വളർത്താനും കഠിനമായ വ്യായാമങ്ങളൊന്നും ആവശ്യമില്ല. ജിമ്മിൽ പോകുകയോ അല്ലെങ്കിൽ മണിക്കൂറുകളോളം വ്യായാമം ചെയ്യുകയോ ഒന്നും വേണ്ട. എന്നിരുന്നാലും പുതിയൊരു വ്യായാമ രീതി തുടങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുവാൻ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കേണ്ടതാണ്. ആദ്യമായി സ്ക്വാറ്റ്സിനെ പറ്റിയാണ് ഞാൻ വിവരിക്കുന്നത്. ഈ സ്ക്വാറ്റ്സ് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുവാൻ ഏറ്റവും ഫലപ്രദമായ വ്യായാമങ്ങളിലൊന്നാണ്. കാരണം ഇത് ശരീരത്തിലെ ഏറ്റവും വലിയ പേശികളായ തുടകളും നിതംബ പേശികളും സജീവമാക്കുന്നു. ഈ പേശികൾ ഗ്ലൂക്കോസ് സംഭരിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ സ്ക്വാറ്റ്സ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയർ സ്ക്വാറ്റ്സ് ചെയ്യാം. ഒരു കസേരയുടെ മുമ്പിൽ ഒന്ന് നിൽക്കുക, പതുക്കെ ഇരിക്കാൻ പോകുന്ന പോലെ താഴേക്ക് പോകുക, കസേര ഒന്ന് സ്പർശിച്ച ശേഷം വീണ്ടും എഴുന്നേൽക്കുക. ആരംഭത്തിൽ നിങ്ങളുടെ കൈകൾ തുടയിൽ വെച്ച് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു 8 മുതൽ 12 വരെ തവണ ഇത് ചെയ്യുക. അതും ഒരു 1 മുതൽ 3 റൗണ്ട് വരെ ആവർത്തിക്കുകയും ചെയ്യുക. ഇനി ഇത് ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ല സമയം എന്നുള്ളത് ഭക്ഷണത്തിന് ശേഷം ഒരു 10 മുതൽ 30 മിനിറ്റിനുള്ളിലാണ്. ഏഹ് 10 സ്ക്വാറ്റ്സ് ചെയ്താലും അതിന്റെ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തതായി ചെയ്യേണ്ട വ്യായാമം നടത്തം. നടത്തം എന്നുള്ളത് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ അതിനായി നിങ്ങൾ വീടിന് പുറത്തേക്കൊന്നും പോകേണ്ടതില്ല. വീടിനുള്ളിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മാർച്ച് ചെയ്യുന്ന പോലെ ചെയ്യാം. അതുപോലെ തന്നെ വീടിനുള്ളിൽ നടക്കാം, പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിലൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാലിലെ പേശികൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഗ്ലൂക്കോസ് ഊർജ്ജമായി ഉപയോഗിക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് ചെയ്യാം. ഭക്ഷണത്തിന് ശേഷം ഒരു 10 മുതൽ 30 മിനിറ്റിനുള്ളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗവേഷണങ്ങൾ കാണിക്കുന്നത് വെറും 5 മിനിറ്റ് നടത്തം പോലും ഭക്ഷണശേഷമുള്ള പഞ്ചസാരയുടെ ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിക്കുന്നത് കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് വാൾ പുഷപ്സ്. മിക്ക ആളുകളും താഴത്തെ ശരീരത്തിലെ പേശികളെ മാത്രം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ കൈകൾ, തോളുകൾ, നെഞ്ച് എന്നിവയിലെ പേശികളും ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഒരു നിങ്ങൾ ഒരു ചുമരിൽ നിന്ന് ഏകദേശം ഒരു 2 അടി അകലെ നിൽക്കുക. കൈകൾ നെഞ്ചിന്റെ ഉയരത്തിൽ ഈ ചുമരിൽ ഒന്ന് വെക്കുകയും ചെയ്യുക. മുട്ടുകൾ അല്പം ഒന്ന് വളച്ച് നെഞ്ച് ഈ ചുമരിനോട് അടുപ്പിക്കുക. ശേഷം പതുക്കെ തള്ളിക്കൊണ്ട് പഴയ നിലയിലേക്ക് വരിക. നിങ്ങൾക്ക് ഇപ്രകാരം ഒരു 8 മുതൽ 12 തവണ വരെ ഇത് ചെയ്യാവുന്നതാണ്. ഒരു 1 മുതൽ 3 റൗണ്ട് വരെ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുകൾ ഭാഗത്തെ ശരീരബലം വർദ്ധിക്കുവാനും ശരിയായ ഒരു ശരീര ഭംഗി നിലനിർത്തുവാനും നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും ഒക്കെ കുറയ്ക്കുവാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത എക്സസൈസ് ആണ് കാഫ് റൈസ്. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു വ്യായാമമാണ്. ഇത് നിങ്ങൾ കാൽപാദങ്ങളിലെ വിരലുകളിൽ നിൽക്കുക. പിന്നീട് വീണ്ടും താഴേക്ക് വരുന്ന എക്സസൈസ് ആണ്. ഇത് നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് പോലും ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ കാൽപേശികളിൽ കൂടുതൽ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും അതോടൊപ്പം ഗ്ലൂക്കോസ് പേശികളിലേക്ക് കൊണ്ടുപോകാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഇതും ഒരു 10 മുതൽ 15 വരെ ചെയ്യാവുന്നതാണ്. ഒരു 1 മുതൽ 3 റൗണ്ട് വരെ ചെയ്യാം. ഭക്ഷണശേഷം ഒരു 10 മുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ അവർ പാചകമോ മറ്റോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ ആർക്കും ആണെങ്കിലും ഇരുന്നോ അല്ലെങ്കിൽ എന്ത് ജോലികളുടെ ഇടയിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വ്യായാമമാണിത്.
അടുത്തതാണ് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ്. ഇത് പുറകിലെ പേശികളെ ശക്തിപ്പെടുത്തുന്ന ഒരു വ്യായാമമാണ്. ഈ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിക്കുന്ന പേശികളിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. അതിനാൽ തന്നെ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്ന് കൂടുതൽ കാര്യക്ഷമമായി നീക്കം ചെയ്യാൻ ശരീരത്തിന് കഴിയുകയും ചെയ്യും. ഒരു റെസിസ്റ്റന്റ് ബാൻഡ് 2 കൈകളിലും പിടിക്കുക. ഈ ബാൻഡ് കാലിലോ അല്ലെങ്കിൽ സ്ഥിരമായുള്ള ഒരു വസ്തുവിലോ ഉറപ്പിക്കുക. ബാൻഡ് ശരീരത്തിലേക്ക് വലിക്കുക. അങ്ങനെ വലിച്ച ശേഷം പതുക്കെ വിട്ടയക്കുകയും ചെയ്യുക. ഇത് ഒരു 8 മുതൽ 10, 12 വരെ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ 1 മുതൽ 3 റൗണ്ട് വരെ ചെയ്യുക. ഇതും നിങ്ങളുടെ ശരീരഭംഗി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഏം, ഏ, കൂടുതൽ സന്ധികൾക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള മെറ്റബോളിക് ഹെൽത്ത് മെച്ചപ്പെടാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഈ എല്ലാ വ്യായാമങ്ങളും നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ ദിവസേന ചെയ്യാൻ കഴിയുന്ന 1 2 വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരതയാണ്. സ്ഥിരമായി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്ന യഥാർത്ഥ മാറ്റം കാണാൻ കഴിയുകയുള്ളൂ. കൂടുതൽ ഇത്തരം ഹെൽത്ത് ടിപ്സ് അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക.